ശീമോൻ പത്രോസിന്റെ ഉള്ളു തൊട്ട് യേശു പറഞ്ഞു, ശീമോനെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുകയും. ശീമോൻ പറഞ്ഞു, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഒന്നും കിട്ടിയില്ല. യേശുവിന് അറിയാമെങ്കിലും യേശുവിനോട് തുറന്നു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിനോട് തുറന്നു പറയണം. എല്ലാം യേശുവിനോട് പറയണം. യേശുവിനോട് പറയാം. നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, ആങ്സൈറ്റീസ് എല്ലാം പറയാം. എല്ലാം യേശുവിനോട് പറയാം, തുറന്നു പറയണം. ശിമോൻ പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നമ്മുടെ നിസ്സാരത്വം, നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ പരാജയങ്ങളെല്ലാം യേശുവിനോട് പറയുക. അപ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞു, ഓ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുകയും. അതിന് ശിമോൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ വാക്കിന് വലയിറക്കുക. യേശുവിൻ്റെ വാക്ക് കേട്ട് ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. യേശുവിൻ്റെ വചനം കേൾക്കുക, യേശുവിൻ്റെ വചനം അനുസരിക്കുക, യേശുവിനായി ജീവിക്കുക, യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ അനുഗമിക്കുക. ഇതെല്ലാമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവർ അങ്ങനെ ചെയ്തു. സ്തോത്രം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. സ്തോത്രം. ആ ഒരു അനുഭവം ആത്മീയമായും ഭൗതികമായും നാം എല്ലാം അതല്ലേ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അനുഭവം, നിറവിൻ്റെ അനുഭവം, വല കീറാറായ അനുഭവം, പടക് നിറയുന്ന അനുഭവം. എൻ്റെ പ്രിയരെ, ഇതൊന്നും ഒരു സ്വപ്നമൊന്നുമല്ല. ഇത് വ്യർത്ഥമായ ചില വാക്കുകളുമല്ല. ഒഴിഞ്ഞ പടക് നിറച്ചു തരുന്നവനാണ് യേശു. യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കട്ടെ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കൂ, യേശുവിനെ സേവിക്കൂ, യേശുവിനെ ആരാധിക്കൂ, യേശുവിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും.